തിരുവനന്തപുരം ജില്ലാ ജയിലിൽ തടവുകാരന് ക്രൂരമർദ്ദനം എന്നുള്ളതാണ് വാർത്ത. റിമാൻഡ് പ്രതിയാണ് മർദ്ദനത്തിനിരയായത്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരൻ ബിജുവിനാണ് മർദ്ദനമേറ്റത്. ബിജുവിനെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, ഇയാൾക്ക് മർദ്ദനമേറ്റത് എങ്ങനെയാണ്? അത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കത്തക്ക മർദ്ദനം ഉണ്ടായോ? ഹാഷ്മി, വളരെ ഗൗരവമുള്ളൊരു വാർത്തയാണ്. അതായത് കഴിഞ്ഞ 12-ാം തീയതി അറസ്റ്റിലായ ഒരു പ്രതിയെ റിമാൻഡ് പ്രതിയെ എല്ലാ മെഡിക്കൽ പരിശോധനയ്ക്കും ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപത്തുള്ള പൂജപ്പുരയിലെ ജില്ലാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് 13-ന് വൈകിട്ട് ഇയാളെ ഓടയിൽ അവശനിലയിൽ കണ്ടെത്തി എന്നാണ് ജയിലിലെ ഉദ്യോഗസ്ഥർ ആശുപത്രി നൽകിയ വിവരം. ഇപ്പോൾ ഈ പത്തനംതിട്ട സ്വദേശിയാണ് ബിജു. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരനാണ്. ഇയാൾ സഹപ്രവർത്തകയെ മർദ്ദിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന പരാതിയിലാണ് പേരൂർക്കട പോലീസ് ഇയാളെ 12-ാം തീയതി അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ കോടതി 12-ാം തീയതി രാത്രി വൈകുന്നേരം ഇയാളെ റിമാൻഡ് ചെയ്തു. 13-ാം തീയതി ഇയാൾ ഓടയിൽ അവശനിലയിൽ കിടക്കുന്നു എന്ന രീതിയിലാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ജയിലിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോൾ ബിജുവിൻ്റെ പരിശോധനയിൽ ആന്തരിക അവയവങ്ങൾക്ക് വലിയ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്. അതായത് മർദ്ദനം നടന്ന രീതിയിലാണ് ഈ ബിജുവിൻ്റെ കാല് മുതൽ തല വരെയുള്ള ഭാഗങ്ങൾ അടിമുടി എല്ലാ ഭാഗങ്ങളിലും മർദ്ദനമേറ്റ നിലയിൽ ജയിലിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയുള്ള മർദ്ദനം ജയിലിനുള്ളിൽ വെച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മൊത്തം ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ തടവുകാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എവിടെ നിന്നാണ് മർദ്ദനമേറ്റത്? കാരണം കോടതി മെഡിക്കൽ അടക്കമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ജയിലിലേക്ക് എത്തിക്കുക. ഈ സ്വയം മർദ്ദിച്ച് അവശനാവോ? ഇല്ലല്ലോ, ആരെങ്കിലും ഇടിക്കണ്ടേ? അതെ, ഇത് സംബന്ധിച്ച് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അവർ പറയുന്നത് ജയിലിൽ നിന്നും അങ്ങനെ മർദ്ദനമേറ്റതായിട്ടുള്ള കാര്യമില്ല. നിലവിൽ ഈ ബിജു എന്താണ് ഡോക്ടർമാരോട് ബോധമുള്ള സമയത്ത് എന്താണ് മൊഴി നൽകിയതെന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ടില്ല. അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ആരാണ് മർദ്ദിച്ചതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി ഡോക്ടർമാർക്ക് അറിയാമായിരിക്കും. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ വിവരം പുറത്തു വരുന്നില്ല. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. തടവുകാർക്ക് ആ രീതിയിൽ തടവുകാർ മർദ്ദിച്ചു എന്ന രീതിയിൽ അന്വേഷണം നടക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിലവിൽ ഈ ശസ്ത്രക്രിയ കൂടി നടത്തിയിട്ടുണ്ട്. ഈ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റ പശ്ചാത്തലത്തിൽ ഒരു ശസ്ത്രക്രിയ കൂടി കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ കൂടിയാണ് ബിജു ജീവൻ നിലനിർത്തുന്നത്. അതീവ ഗുരുതരമാണ് ബിജുവിന്റെ ആരോഗ്യനില എന്ന കൂടി വിവരമാണ് പുറത്തു വരുന്നത്. സംബന്ധിച്ച് പൂജപ്പുര പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജയിലിൽ വെച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണോ അത് ഇനി തടവുകാരാണോ മർദ്ദിച്ചത് എന്ന രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഹാഷ്മി, ക്രൂരമർദ്ദനമാണ്. അതിക്രൂരമർദ്ദനത്തിൽ ഒരുപാട് പരിക്കുകളുമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ബിജു എന്ന് പറയുന്ന തടവുപുള്ളി റിമാൻഡ് പ്രതി ചികിത്സയിൽ കഴിയുകയാണ്. കുറച്ച് ആശങ്കാജനകമാണ് ആരോഗ്യാവസ്ഥ എന്ന് പറഞ്ഞു കേൾക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.